300-ലധികം വർഷമുള്ള പഴമയുടെ പെരുമ പറയാനുണ്ട് തിരുപ്പതി ലഡുവിന്. 1715 മുതലാണ് ലഡു ഭഗവാന് നിവേദിക്കാനും പ്രസാദമായി നൽകാനും തുടങ്ങിയത്. പോട്ടു എന്ന പ്രത്യേക അടുക്കളയിലാണ് ഈ ലഡു നിർമ്മിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഒരു പ്രത്യേക വിഭാഗമാണ് തിരുപ്പതി ലഡു പാചകം ചെയ്യുന്നത്. പാചകം ചെയ്യുന്നവർ തല മൊട്ടയടിക്കുകയും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും വേണം. ഓരോ തവണയും ലഡു ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ലഡു ഭഗവാന് സമർപ്പിക്കുന്നു. ശേഷം ഭഗവാന് സമർപ്പിച്ച ലഡു ബാക്കിയുള്ള ലഡുവുമായി കൂട്ടി യോജിപ്പിച്ചാണ് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത്. പറഞ്ഞു വരുന്നത് അത്രത്തോളം പവിത്രമാണ് ഈ ലഡു. ഒരിക്കലെങ്കിലും തിരുപ്പതി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ സന്ദർശിക്കണമെന്നോ ഈ ലഡു പ്രസാദം കഴിക്കണമെന്നോ ആഗ്രഹിക്കാത്ത വിശ്വാസികൾ ഉണ്ടാകില്ല. ക്ഷേത്രത്തിൽ പോയിട്ടില്ലെങ്കിലും പോയവർ കൊണ്ടുവരുന്ന പ്രസാദം കഴിക്കാത്ത വിശ്വാസികളും കുറവായിരിക്കും. രാജ്യത്തിനകത്തും പുറത്തും വിശ്വാസികൾ ഏറെ പ്രാധാന്യത്തോടെ പവിത്രതയോടെ കാണുന്ന ക്ഷേത്രത്തിലെ പ്രസാദമായ പ്രസിദ്ധമായ ലഡു പ്രസാദം ഉണ്ടാക്കുന്നത് മൃഗക്കൊഴുപ്പ് വെച്ചാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഏത് വിശ്വാസിയും അമ്പരന്നു പോകും. ആയിരക്കണക്കിന് വിശ്വാസികളെ ബാധിക്കുന്ന കാര്യമായതിനാൽ തന്നെ ആന്ധ്രാപ്രദേശിൽ വിഷയം വലിയ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയാണ്. ശുദ്ധമായ ഗുണമേന്മയുള്ള നല്ല നറുമണമുള്ള നെയ്യാണ് ലഡുവിന്റെ പ്രധാനപ്പെട്ട ചേരുവ. എല്ലാ ദിവസവും കുറഞ്ഞത് 400 മുതൽ 500 കിലോ നെയ്യ്, 780 കിലോ കശുവണ്ടി, 500 കിലോ ഉണക്കമുന്തിരി, 200 കിലോ ഏലക്ക എന്നിവയാണ് ലഡു തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിനായി പ്രതിവർഷം 5 ലക്ഷം കിലോ നെയ്യാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം വാങ്ങാറുള്ളത്. ലേലത്തിലൂടെയാണ് നെയ്യുടെ വിതരണക്കാരെ തെരഞ്ഞെടുക്കുന്നത്. വിതരണക്കാരുടെ നെയ്യുടെ ഗുണനിലവാരവും നിർമ്മിക്കുന്ന ഫാക്ടറിയും പരിസരവും പരിശോധിച്ച് ശുചിത്വം ഉറപ്പാക്കിയാണ് ഇവരെ തെരഞ്ഞെടുക്കാറുള്ളത്. എന്നാൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു തയ്യാറാക്കാൻ നെയ്ക്ക് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞതോടെയാണ് വിവാദം ആളിക്കത്തുന്നത്. തുടർന്ന് അദ്ദേഹം ലഡു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നെയ്യ് ലബോറട്ടറി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ഉത്തരവും പുറപ്പെടുവിച്ചു. ലാബ് റിപ്പോർട്ടിൽ ലഡു നിർമ്മാണത്തിനായി മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയത് രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചു. ശ്രീകോവിലിന്റെ മേൽനോട്ടം വഹിക്കുന്ന ക്ഷേത്ര ട്രസ്റ്റായ തിരുമല തിരുപ്പതി ദേവസ്ഥാനം നായിഡുവിന്റെ അവകാശവാദം അംഗീകരിച്ചതോടെ ഈ വിഷയം വലിയ വിവാദത്തിലേക്കാണ് വഴിതിരിഞ്ഞത്. ട്രസ്റ്റിൽ നിന്ന് ലഭിച്ച നെയ്യുടെ സാമ്പിളുകളെ അടിസ്ഥാനമാക്കിയുള്ള ലാബ് റിപ്പോർട്ട് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടി അംഗങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം തള്ളി ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി രംഗത്ത് വന്നു. തന്റെ സർക്കാരിന്റെ കാലത്ത് യാതൊരു ചട്ടലംഘനവും നടന്നിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞു. ചന്ദ്രബാബു നായിഡു ദൈവത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് അംഗീകൃത കമ്പനികളിൽ നിന്നെത്തുന്ന നെയ്യാണ് ലഡു ഉണ്ടാക്കാനായി ഉപയോഗിച്ചതെന്നും അവ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ലാബ് പരിശോധനകൾക്ക് പുറമെ നെയ്യുടെ ഗുണനിലവാരം വിലയിരുത്താനായി തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് കീഴിലും പരിശോധനകൾ നടത്താറുണ്ട്. വർഷങ്ങളായി ഈ നടപടിക്രമങ്ങൾ പാലിച്ചു വരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവാദമുയർന്നതോടെ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനും കത്തയക്കുമെന്നും ജഗൻ പറഞ്ഞു. എന്തായാലും മായം കലർന്ന നെയ്യ് വിതരണം ചെയ്യുന്ന കരാറുകാരനെ ക്ഷേത്ര ട്രസ്റ്റ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ട്. തമിഴ്നാട് ആസ്ഥാനമായുള്ള AR ഡയറി പ്രൊഡക്ട്സ് ആണ് ലഡു പ്രസാദം ഉണ്ടാക്കാനുള്ള നെയ്യ് TTDക്ക് നൽകിയിരുന്നത്. വിവാദം ആളിക്കത്തിയതോടെ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് തേടി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദ രംഗത്തെത്തി. സംസ്ഥാന അധികൃതരുമായി ചേർന്ന് വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നും ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ചട്ടങ്ങൾ പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ലഡു പ്രസാദം ഉണ്ടാക്കാനുള്ള നെയ്യിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് പരിഹാരക്രിയയായി തിരുപ്പതി ക്ഷേത്രത്തിൽ മഹാശാന്തി ഹോമം നടത്തി. തിരുമല തിരുപ്പതി ദേവസ്ഥാനം ടെമ്പിൾ കോംപ്ലക്സിലാണ് ഹോമം നടത്തിയത്.